ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ മകളായിരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികമായി സ്വർഗം ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ കൈക്കീഴിൽ കർത്താവായ യേശുക്രിസ്തു സ്നാനമേറ്റ് കരയിൽ കയറി പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം അതിൽ പറയുന്നു, സ്വർഗം തുറന്നു, ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ വന്നു. ഒരു ഹെവൻലി പോർട്ടൽ ഒരു വ്യക്തിയുടെ മേൽ ഓപ്പൺ ആകുന്ന സമയമാണ് അവൻ വചനം ധ്യാനിക്കുന്ന സമയവും അവൻ പ്രാർത്ഥിക്കുന്ന സമയവും. നിങ്ങൾ വചനം ധ്യാനിക്കുന്ന സമയം കേവലം നിങ്ങളുടെ തലച്ചോർ മാത്രമല്ല ആ വേദപുസ്തകത്തിലെ വാക്കുകളെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്ത് നിങ്ങളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. അതിനേക്കാൾ അപ്പുറമായ ഒരു ആത്മലോകം, ദൈവാത്മലോകം തന്നെ ആ വേർഡിനകത്ത് കിടക്കുന്ന ആഴങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഇത് ആരുടെ മേലാണ് ഇത് ഓപ്പൺ ആകുന്നത്? ഇത് ആ സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടെ ആ ഹെവൻലി പോർട്ടലിന്റെ കീഴിൽ, ആ ഓപ്പൺ ഹെവന്റെ കീഴിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ മേലാണ് ഓപ്പൺ ആകുന്നത്. ഇന്നു മുതൽ നിങ്ങളുടെ ഹെവൻലി പോർട്ടൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കുവാനായി കഴിയും. ഹെവൻലി പോർട്ടൽ ഒരു വ്യക്തിക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അത് വിവരണാതീതമാകുന്ന നിലകളിലുള്ള സർവീസുകളാണ്, പ്രൊവിഷൻസ് ആണ് അതിനകത്തുകൂടെ ഒരു ഭക്തന്റെ മേൽ സ്വർഗം ചൊരിഞ്ഞു കൊടുക്കുന്നത്. ഇന്നു മുതൽ നിങ്ങൾക്കത് അനുഭവിക്കുവാൻ കഴിയും. എന്നാൽ ഈ 3 മിനിറ്റുള്ള ഈ മെസ്സേജിലൂടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളോട് പറയാനായി കഴിയത്തില്ല. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ ഈ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ യേശു കർത്താവ് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയപ്പോൾ സ്വർഗം തുറന്നു എന്ന് എഴുതിയിരിക്കുന്നുവെങ്കിൽ സ്വർഗം തുറക്കുന്ന ഒന്നാണ് എന്നത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുക. ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ ഹെവൻലി പോർട്ടൽ നിങ്ങളുടെ മേൽ ഓപ്പൺ ആകുന്ന ദിവസങ്ങളിലാണ് നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്. ദൈവം തുറന്ന ഹെവൻലി പോർട്ടലിനകത്തുകൂടെ നിങ്ങൾക്ക് ആ പ്രൊവിഷൻസ് വെളിപ്പെട്ട സന്ദർഭങ്ങളിലാണ് നിങ്ങൾക്ക് മിറാക്കിൾ എന്ന് പറയുന്നത് പോലെ, അത്ഭുതകരമായിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ സൗഖ്യങ്ങളാണെങ്കിലും സൗകര്യങ്ങളാണെങ്കിലും പല കാര്യങ്ങളിൽ മേലുള്ള ചലനങ്ങളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഹെവൻലി പോർട്ടൽ ഒരു വ്യക്തിയുടെ മേൽ തുറക്കുക എന്നതും അത് തുറന്നത് ഒരിക്കലും അടയാതെ ഇരിക്കുക എന്നുള്ളതും ഒരു ശ്രേഷ്ഠകരമാകുന്ന കാര്യമാണ്. അതൊരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ മേൽ തുറന്ന ദൈവത്തിന്റെ ഫേവർ അടയാൻ പാടില്ല. നിങ്ങളുടെ മേൽ തുറന്ന ദൈവത്തിന്റെ പോർട്ടൽ അടയാൻ പാടില്ല. നിങ്ങളുടെ മേൽ ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഭിഷേകത്തിൽ കുറവ് വരാൻ പാടില്ല. ഇന്നു മുതൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗം ഹെവൻലി പോർട്ടൽ നിങ്ങളുടെ